إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി ധാരാളമായി അമലുകൾ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ നമ്മൾ മറക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഖുർആൻ അത് ഹിദായത്തിൻ്റെ നല്ല മാർഗം കണ്ടെത്തുവാനുള്ള ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്. എന്നാൽ അത് ഏറ്റെടുത്തിരിക്കുന്ന ആളുകളെ പല വിധമാണ് അള്ളാഹു അറിയിക്കുന്നത്. അതിൽ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകളും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഏറ്റുവാങ്ങിയവരിൽ ഉണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു. ഖുർആൻ ആ കാര്യം ഒന്നുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് ശരിയുടെ, നന്മയുടെ, നേരിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകുന്നത്, എങ്ങനെയാണ് ക്രമപ്രകാരം ജീവിക്കുന്നതിന് പകരം അതിക്രമിയായിട്ട് ക്രമം തെറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിലേക്ക് 4-5 കാര്യങ്ങൾ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ആദ്യമായി പറയുന്നത് ഫമനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി. അള്ളാഹുവിൻ്റെ വിക്ർ അല്ലെങ്കിൽ ഖുർആൻ, കൽപ്പനകൾ, അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ശരീഅത്ത്, അത് അനുസരിച്ച് കൊണ്ട് ഒരാൾ നേർവഴിക്ക് വന്നാൽ അതിൻ്റെ ഗുണം ആർക്കായിരിക്കും? അവന് തന്നെയായിരിക്കും. വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹ, വഴിവിട്ട് സഞ്ചരിച്ചാൽ അതിൻ്റെ പ്രയാസവും അവൻ അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തെ പരാമർശം അങ്ങനെയാണ്. അതായത് നല്ലതും ചീത്തയും ബോധ്യപ്പെടുവാനുള്ള സന്ദർഭങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇനി ആരാണ് അതിലേക്ക് നമ്മളെ എത്തിക്കേണ്ടത്? അത് നാം തന്നെയായിരിക്കണം. നല്ലതിനെ പറ്റിയുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ചീത്തയിലേക്ക് പോയാൽ ഉണ്ടാവുന്ന ദുരന്തത്തെ പറ്റിയുള്ള ജാഗ്രതയും ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നല്ലതിലേക്കും നല്ല വഴിയിലേക്കുമുള്ള യാത്ര എളുപ്പമായിരിക്കും. മറ്റൊന്ന് ഖുർആൻ പറയുന്നത് ഇൻ അഹ്സൻതും ലി അൻഫുസിക്കും എന്നാണ്. ഇഹ്സാൻ, അതായത് നന്മയും പുണ്യവും ചെയ്യുവാനുള്ള നല്ല മനസ്സ്. അങ്ങനെ വല്ലവരും നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം ചെയ്യുന്ന ആൾക്ക് തന്നെയാണ്. വ ഇൻ അസഅ്തും ഫഅലൈഹ, മോശമായത് ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതവും അവർ തന്നെ അനുഭവിക്കേണ്ടി വരും.
മറ്റൊന്നുള്ളത് വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. നന്ദിയോടുകൂടെ ജീവിക്കുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നന്ദി എന്ന വികാരത്തിൽ ജീവിച്ചാൽ അതും അയാൾക്ക് തന്നെയാണ് നേട്ടമായി ഭവിക്കുക. ഒരുപാട് ഉപകാരങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു മനുഷ്യൻ തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു നന്ദിയുടെ വാക്ക്, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ അതൊരു സങ്കടമായി മാറും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അതിനേക്കാളും വലിയ സങ്കടമാണ് അള്ളാഹുവിന് നമ്മളെ പറ്റിയുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. എപ്പോൾ നന്ദി കെട്ടവനായി ജീവിക്കുന്ന അവസരത്തിൽ. അപ്പൊ നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനോടാണെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് പിന്നീട് അത് നന്മയായിട്ട് വരുന്നത് എന്നർത്ഥം. നാലാമതൊരു രംഗം മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി. അമലു സ്വാലിഹ്, സൽപ്രവർത്തനങ്ങൾ, അത് ചെയ്താൽ എന്തുണ്ടാകുന്നു നേട്ടം? അതും അയാൾക്ക് തന്നെയായിരിക്കും. വമൻ അസാഅ ഫഅലൈഹ, നന്മക്ക് പകരം തിന്മ ചെയ്താൽ അതും അയാൾക്ക് തന്നെയായിരിക്കും. ഇങ്ങനെ 4 ഘട്ടങ്ങളെ ഖുർആൻ എടുത്തു പറയുന്നു. ഹിദായത്തിനെ പറ്റി, ശുക്ർ നന്ദി കാണിക്കുന്നതിനെ പറ്റി, ഇഹ്സാൻ നന്മ ചെയ്യുന്നതിനെ പറ്റി, അമലു സ്വാലിഹ് സൽപ്രവർത്തനം ചെയ്യുന്നതിനെ പറ്റി. 2 ഭാഗങ്ങളാണ്. ഇതെല്ലാം പോസിറ്റീവായിട്ടും ഗുണപരമായും ചെയ്താൽ നമുക്കാണ്, നെഗറ്റീവായിട്ടും മറുപക്ഷത്തുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രയാസവും നമുക്കുണ്ടാകും. ഈ ലളിതമായ ഒരു ശൈലി പഠിപ്പിക്കുന്നത് നല്ലതിലേക്ക് എത്തുവാനും നല്ലത് ചെയ്യുവാനുമുള്ള വഴിയിൽ ഒരു കടമ്പയുമില്ല, പ്രയാസങ്ങളൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളാകുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇവക്ക് ശേഷം ഒരു കാര്യവും കൂടി ഖുർആൻ പറയുന്നുണ്ട്. ഫമൻ അബ്സറ ഫഇന്നമാ യുബ്സിറു ലിനഫ്സി വമൻ അമിയ ഫഅലൈഹ. ആർക്കെങ്കിലും ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടും കേട്ടിട്ടും ഉൾക്കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അവന് തന്നെയാവുന്നു ആ ഉൾക്കാഴ്ച ഗുണമായി വരിക. അബ്സറ അത് സാധാരണ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അതിനേക്കാളേറെ മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണ്. അകക്കണ്ണുകൊണ്ട് കാണുക എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മാത്രം ബോധ്യമാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. കണ്ണുകൊണ്ട് ഒരു ദിവസം പരശതം കാര്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവയെല്ലാം മനസ്സുകൊണ്ട് കാണുകയോ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുകയോ ചെയ്യുന്നില്ല, ചെയ്യേണ്ടതുമില്ല. ഖുർആൻ കൈവെക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. നന്മ ചെയ്യുക, നന്ദി കാണിക്കുക, സൽപ്രവർത്തനം പ്രവർത്തിക്കുക, ഇവയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കൂടുതൽ കാഴ്ച നൽകുന്നത് നമ്മുടെ കണ്ണുകൾക്കല്ല, മനസ്സിനാവുന്നു എന്നർത്ഥം. അതിനും ഒരു മറുഭാവം ഉണ്ട്. വമൻ അമിയ ഫഅലൈഹ. മനസ്സ് ഈ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് റൊമിയ് അഥവാ അന്ധത ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രയാസവും അവർക്ക് തന്നെയാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം ഈമാൻ, ഇസ്ലാം, ഹിദായത്ത്, സന്മാർഗം, നല്ല പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ സഹായകമാവണം. ഒരുപാട് ചെയ്തിട്ടും മനസ്സിൽ ഇരുട്ടാണ് ബാക്കിയുള്ളത് എങ്കിൽ, അന്ധതയാണ് ബാക്കിയുള്ളത് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെ വേണ്ട പോലെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിന് എന്താകുന്നു വേണ്ടത്? മറ്റൊന്നും വേണ്ട. നമ്മളുടെ ശ്രദ്ധ ഒരു വസ്തുവിൽ കൃത്യമായിട്ട് പതിയണം, ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാണ് എളുപ്പം. നന്നായിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ നമ്മുടെ കണ്ണും മനസ്സും പതിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ അവിടെ അള്ളാഹു
എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകും. മനസ്സ് ചെതറുമ്പോൾ, ഈ കൃത്യമായ ഒരു പോയിന്റിൽ നമ്മളുടെ മനസ്സ് നിൽക്കുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും വ്യതിചലിച്ചു പോകും, തെറ്റായി ചെയ്യേണ്ടി വരും, വിവേകവും ബോധവും നഷ്ടപ്പെടും. ആ രൂപത്തിലുള്ള ഒരു തെർക്കീസ്, നമ്മുടെ ശ്രദ്ധയെ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് നിർത്തുക എന്നതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യം നന്നാവാൻ നമുക്ക് വേണ്ടത്. അത് നമ്മളുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ ഒരാളിൽ, ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. അപ്പോഴും മാത്രമേ അയാളെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഒരു കല്യാണപ്പന്തലിൽ പുതിയാപ്പിളയും 50 പേരും വരികയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളുടെ കണ്ണ് കേന്ദ്രീകരിക്കുന്നത് ആ ഒരു വ്യക്തിയിലായിരിക്കും. അപ്പുറവും ഇപ്പുറവും നമ്മളുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിലും അന്നത്തെ എല്ലാവരുടെയും ശ്രദ്ധ ആരാണ് പുതിയാപ്പള അല്ലെങ്കിൽ പുതുപ്പെണ്ണ് എന്നറിയാനാണ്. അങ്ങനെ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അയാളെ പറ്റിയുള്ള കൃത്യമായ ചിത്രം നമ്മളെ മനസ്സിൽ പതിയും. അത് ഒരു ചെറിയ അനുഭവമാണ്. അള്ളാഹു എന്നത് ഈ രൂപത്തിൽ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ കണ്ണുകളിലും മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് എനിക്ക് തന്നെയാവുന്നു തിരിച്ചു കിട്ടുക എന്ന ബോധ്യം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ഖുർആൻ പറയുന്നു, ഫഅമ്മല്ലദീന ആമനു വഅതസമൂ ബില്ലാഹി, ഫഅമ്മല്ലദീന ആമനു ബില്ലാഹി വഅതസമൂ ബിഹി, അള്ളാഹുവിലുള്ള ഈമാൻ, ഇഅ്തിസാം, അവനെ മാത്രം അവലംബിക്കുക എന്നത്. ഈ 2 യോഗ്യതയും ഒരാൾക്കുണ്ടെങ്കിൽ ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവനെ പ്രവേശിപ്പിക്കും. വഫളിൻ, അള്ളാഹുവിൻ്റെ ഫളിലും. റഹ്മത്തും ഫളിലും ഭാഷാപരമായി ഏറെക്കുറെ ഒന്ന് തന്നെയാണെങ്കിലും ഇവ രണ്ടും ഒരു വിശ്വാസിയിലേക്ക്, ഈമാനിലേക്ക് ചേർത്ത് പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത ആശയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന് നൽകിയിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മളുടെ ജീവിതം പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്ന 2 ഘടകമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഔദാര്യവും. അതിന് പുറമെ വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ജീവിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഫളിലിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ അടയാളം എന്താണ്? അവൻ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്നു എന്നതാണ്. പണം വല്ലാതെ ഉണ്ടാവണമെന്നില്ല, ഭൗതിക സൗകര്യങ്ങൾ അധികം ലഭിക്കണമെന്നില്ല. എന്നിരുന്നാലും ഹിദായത്തിലാണോ നാം ജീവിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഹിദായത്തിൽ അള്ളാഹുവിൻ്റെ ഈ 2 അനുഗ്രഹങ്ങൾ നമുക്ക് അകമ്പടിയായിട്ടുണ്ട്. റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിൻ്റെ ഫളില്, ഔദാര്യവും ലഭിച്ചുകൊണ്ടിരിക്കും. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൂടെ കഴിയുവാൻ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളുടെ കൂടെ തന്നെ കഴിയുവാനുള്ള ഒരു സാഹചര്യമാണ് ഈമാനിലൂടെ, ഇസ്ലാമിലൂടെ, ആരാധനകളിലൂടെ നമ്മളുടെ ശ്രദ്ധയും കൽബും കണ്ണുമെല്ലാം അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജീവിത ശൈലിയായിട്ട് നാം രൂപപ്പെടുത്തേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ചിന്തിക്കുക, ആ നിയ്യത്ത് നമ്മൾ മറക്കാതിരിക്കുക. എല്ലാ പ്രവർത്തനങ്ങളും ഈ രൂപത്തിൽ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് തുടങ്ങുകയും ഉത്ഭവിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ മാറ്റി എടുക്കുകയും ചെയ്യുക. റബ്ബ് നമ്മയെല്ലാം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി അമലുകൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് അതിൽ നമുക്ക് പ്രത്യേകമായ ഒരു ആസ്വാദനം, ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയണമെന്നാണ്.
പ്രത്യേകമായ ഒരു ത്രില്ല്, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ താല്പര്യപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെയൊന്നും താല്പര്യമില്ല, സന്തോഷമില്ല, ആർക്കെങ്കിലും വേണ്ടി, ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. റസൂൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞ ഒരു പ്രത്യേകമായ ആനന്ദം മനസ്സിൽ അനുഭവിക്കാൻ കഴിയണം എന്നതാണ്. റസൂലുള്ള ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഒജൊയിലത്ത് ഖുറത്തു ഐനി ഫീ സ്വലാത്തി എന്നാണ് ഒരു ഹദീസിൻ്റെ അവസാന ഭാഗം. എനിക്ക് കൺകുളിർമയുണ്ടാവുന്നത്, കണ്ണുകൾക്ക് ആനന്ദം ലഭിക്കുന്നത് എപ്പോഴാണ്? നമസ്കരിക്കുമ്പോഴാണ് എന്നാണ് അർത്ഥം. കണ്ണുകൾക്ക് കുളിർമയും ആനന്ദവും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ണിൽ നിന്ന് മാത്രം തുടങ്ങുകയും അവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നതല്ല. കണ്ണിലെ കുളിർമ കൽബിൽ നിന്ന്, മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പം മനസ്സ് പൂർണ്ണമായിട്ടും ആനന്ദിക്കുന്നുണ്ട്, ശരീരം ആ ആനന്ദം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിലുണ്ടായത് എന്ന്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? തൊട്ടു മുമ്പ് നാം പറഞ്ഞ കാര്യമുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമ്മളുടെ മനസ്സും കണ്ണും അവനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഒരാനന്ദം അമലുസ്വാലിഹിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ സ്കൂളിൽ കുട്ടികൾ 5, 6, 7 പീരീഡ് പഠിക്കുന്നുണ്ട്. സയൻസും കണക്കും ബയോളജിയും എല്ലാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളേറെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഒരു പീരീഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പുറത്തേക്ക് കളിക്കാൻ പോകുന്ന ഒരു PETയുടെ പീരീഡ്. അതെന്താണ് അത്രയും സന്തോഷമുണ്ടാവാൻ കാരണം? അത് കുട്ടികൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ആദ്യം പറഞ്ഞ കണക്കും സയൻസും ബയോളജിയും ഒക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്നതും ഉള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമസ്കാരം, പുണ്യകർമ്മങ്ങൾ, മറ്റു ഇബാദാത്തുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്, ഒരു തരത്തിലുള്ള ആസ്വാദനവും ആനന്ദവും ഉണ്ടാവുകയില്ല. അത് ഇഷ്ടപ്പെടുമ്പോഴാവട്ടെ റസൂൽ പറഞ്ഞ രൂപത്തിൽ നമുക്ക് പ്രത്യേകമായ ആനന്ദമായിരിക്കും, മധുരമായിരിക്കും. ആ കാര്യം ചില ആളുകളെ പറ്റി അള്ളാഹു ഖുർആനിൽ അറിയിക്കുന്നുമുണ്ട്, നമ്മളത് കേട്ടിരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നാണ്. അള്ളാഹു അവരെ പറ്റി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവരാവട്ടെ മറുഭാഗത്ത് അള്ളാഹുവിനെ പറ്റിയും ഇഷ്ടമാണ്. അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും നമ്മൾ അങ്ങോട്ട് അവനെ ഇഷ്ടപ്പെടുകയും സംതൃപ്തിപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. ആ നേരത്താണ്, സന്ദർഭത്തിലാണ് ഇവിടെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നതുണ്ടാവുന്നത്. അതിൽ വല്ല കുറവുണ്ടെങ്കിലോ ഈ കുട്ടികൾ സയൻസും കണക്കൊക്കെ പഠിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ, ഒരു കഷ്ടപ്പാട് നമുക്ക് അനുഭവപ്പെടും. അതും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തെ പറ്റി എപ്പോഴോ പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞു, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിയില്ലെങ്കിൽ നമസ്കാരം ഒരു ഭാരമാണ്, കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാകും. 5 or 6 മിനിറ്റ് കൊണ്ട് തീരുന്ന നമസ്കാരം എന്താണ് ഒരു വലിയ മല ചുമക്കുന്ന പ്രതീതി ഉണ്ടാവുന്നത്? ഭക്തിയില്ലാത്തത് കൊണ്ട്, മനസ്സിൽ തട്ടാത്തത് കൊണ്ട്, ശരീരത്തിലെവിടെയും അതിൻ്റെ അടയാളമില്ലാത്തത് കൊണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും, നമസ്കാരം ഖുർആൻ അങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. വേണ്ടത്ര ഭക്തിയും മനസ്സാന്നിധ്യവും ഏകാഗ്രതയും അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഹൃദയവും നമുക്കില്ല എങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കയ്പ് മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. പകരം അള്ളാഹു എന്നെക്കുറിച്ച് സംതൃപ്തനാണ്,
ഞാൻ അള്ളാഹുവിനെ കുറിച്ചും സംതൃപ്തനാവുന്നു എന്ന് വരുമ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും എത്രയുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പുറം ലോകത്തുണ്ടെങ്കിലും അവയെല്ലാം ഇറക്കി വെച്ച് 5 മിനിറ്റ് 8 മിനിറ്റ് അള്ളാഹുവുമായി സംസാരിക്കുമ്പോഴുള്ള ആ ആനന്ദം നമുക്ക് മനസ്സിൽ സ്വീകരിക്കാൻ സാധിക്കും. അതാണ് ജീവിതത്തിൽ എല്ലായിടത്തും, നമസ്കരിക്കുമ്പോൾ മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുവാൻ എത്രയെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അള്ളാഹു അതിൻ്റെ അപ്പുറത്ത് ഒരു എളുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള മാർഗമായിട്ട് ഖുർആൻ പറയുന്നത്. പരീക്ഷണങ്ങൾക്കിടയിൽ മാത്രമേ ജീവിതത്തിന് മധുരം സുഗന്ധം ഉണ്ടാവുകയുള്ളൂ. മുള്ളുകൾക്കിടയിലാണ് നല്ല വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ സൗന്ദര്യമുള്ള റോസാ പുഷ്പമുള്ളത്. ആ മുള്ളുകൾക്കിടയിൽ നിലനിർത്തിയാൽ മാത്രമേ അതിന് പരിമളവും സൗന്ദര്യവും ഉണ്ടാവുകയുള്ളൂ. മുള്ളുകൾക്കിടയിൽ നിന്ന് അതിനെ ഒന്ന് രക്ഷിക്കണമെന്ന് വിചാരിച്ച് പിഴുതെടുത്ത് നമ്മൾ മെത്തയിൽ കൊണ്ടുവച്ചാൽ അരമണിക്കൂർ കൊണ്ട് അത് വാടിപ്പോകും, പരിമളം പോകും, സൗന്ദര്യവും പോകും. ഇതുപോലെ തന്നെയാണ് അള്ളാഹു നമ്മളുടെ ജീവിതത്തെയും ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പരീക്ഷണങ്ങളുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഈമാനിൻ്റെ മധുരമുണ്ടാകും. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന സൗന്ദര്യം നിങ്ങൾക്ക് കൂടുതൽ മികവേകും. അല്ല, ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊന്നും എന്നെ കൊണ്ടാവുകയില്ല, സുഖം മാത്രം മതി എന്ന് വിചാരിച്ചാലോ കുറച്ച് കഴിഞ്ഞ് ജീവിതം വാടി ഉലഞ്ഞ് തളർന്നു പോകും. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രകൃതി നമുക്ക് നൽകുന്ന പാഠം. ഖുർആനും നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. നാം തന്നെ നമ്മെ നന്നാക്കിയെടുക്കുവാൻ അമൽ ചെയ്യുക. എന്തെല്ലാം നിരാശയുടെ വഴികളുണ്ടെങ്കിലും അവയിലേക്കൊന്നും മനസ്സിനെ പറഞ്ഞയക്കാതെ പ്രതീക്ഷയുടെ മുനമ്പിൽ മാത്രം നിൽക്കുവാൻ അള്ളാഹുവിന് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ സ്വന്തമായിട്ട് കൂട്ടുപിടിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്കിടയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവ എത്രയുണ്ടായാലും അതെല്ലാം ക്ഷമയോടുകൂടെ സഹിച്ച് അവൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആശ്വാസവും സുഖവും ആനന്ദവുമെല്ലാം ലഭിക്കുവാനും റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സാഹിർക്ക ഈ പള്ളിയുടെയും മറ്റും ദീർഘകാലമായിട്ട് പ്രസിഡന്റ് ഭാരവാഹിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിര്യാതരായ മറ്റു പല സുഹൃത്തുക്കളും സഹോദരിമാരുമുണ്ട്. അവർക്കും പടച്ചവനെ നീ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണമേ. അസുഖമായി കഴിയുന്ന, ശാരീരികമായി മാനസികമായി മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പ്രാർത്ഥനാപൂർവം നാം ഓർക്കുക. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മയെല്ലാം ഇരു ലോകത്തും അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി നാം ചോദിക്കുന്നതെല്ലാം തത്സമയം വകവച്ച് തരുന്ന, പ്രാർത്ഥന സ്വീകരിക്കുന്ന അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ പക്ഷത്ത് നിൽക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.